മോനെ ബ്ലഡൊക്കെ വേണോന്നാ പറയുന്നേ. സാരമില്ലമ്മായി, അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. എന്താ മോനെ സംഭവിച്ചത്? നിനക്കൊപ്പുവാ പുറത്തോട്ട് പോയതെന്ന് ദുർഗ വിളിച്ചപ്പം പറഞ്ഞായിരുന്നല്ലോ. ആ അതെ, ഞങ്ങൾ ഒന്നിച്ചാ പോയത്. അതിനിടയ്ക്ക് ആ മാർക്കോ ഞങ്ങളുടെ അടുത്തേക്ക് വന്നായിരുന്നു. അവിടെ വെച്ച് മാർക്കോയും മേഘനും തമ്മിൽ ക്ലാഷ് ഉണ്ടായി. ബാക്കിയൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇങ്ങോട്ട് വന്നിട്ട് കുറെ നേരമായി. അവനെ പറഞ്ഞു വിട്ടത് അവളായിരിക്കും, എന്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട്. ആരെ പറഞ്ഞു വിട്ടേന്നൊന്നും അറിയില്ല. എന്തായാലും കൃത്യസമയത്ത് മാർക്കോ അവിടെ എത്തി. ഞാൻ പിന്നെ വീൽ ചെയറിലല്ലേ അമ്മായി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആളും പേരും ഇല്ലാത്തൊരു സ്ഥലത്തോട്ടാണ് എന്നെ കൊണ്ടുപോയത്. ആ അതുകൊണ്ടാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ വൈകിയത്. വഴിയിൽ കൂടെ വന്ന 2 ആൾക്കാരോട് പറഞ്ഞപ്പോ അവരാദ്യം കൊണ്ടുപോയത് വേറെ ഏതോ ഹോസ്പിറ്റലിലേക്കാ. ആ അത് കഴിഞ്ഞിട്ടാ ഇവിടെ എത്തിച്ചത്. ഞാൻ പിന്നെ സുമേഷ് ഏട്ടനെ വരുത്തി ഇങ്ങോട്ട് വരികയായിരുന്നു.